ശരിയാണ്, ഞാൻ ഒരു ബാലയുടെ ഫാനാണ്. ബാലയുടെ മാത്രമല്ല, ഇവിടെ ട്രോൾ ചെയ്യുന്ന പല തെലുങ്ക് ആക്ടേഴ്സിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരുടെ സിനിമകൾ പലപ്പോഴും ഇന്ന് കാണാറ്. നിങ്ങൾക്കറിയാം, അതിൻ്റെ ഇടയിൽ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു വേട്ടമൃഗമാണ് നമ്മുടെ ബാലയ്യ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ബാലയ്യനെ ഇത്രയും ആൾക്കാർ ട്രോൾ ചെയ്യുന്നത്? ഇത്രയും ട്രോൾ ചെയ്യാനും മാത്രം പുള്ളി എന്താണ് ചെയ്തിട്ടുള്ളത്? പിന്നെ നിങ്ങൾ പലരും കാണുന്നത് ബാലയ്യ അവിടെ ഇറക്കി പൊട്ടിച്ച് അപരാധമാക്കിയ പടങ്ങളുടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും അവിടെ ഹിറ്റ് ആയിരുന്നില്ല. ബാലയ്യ ശരിക്കും ഇത്രയും ട്രോൾ ചെയ്യപ്പെടേണ്ട ആളാണോ? ഏതൊരു ആക്ടറെയും പോലെ ചെറുപ്പകാലത്ത് വിന്റേജ് ടൈമിൽ നല്ല നല്ല സിനിമകളും നല്ല നല്ല ട്രോൾസും ചെയ്ത ആളാണ് പുള്ളി. പിന്നെ എങ്ങനെ പുള്ളി ഇങ്ങനെ പോരാത്തേന്? പിന്നെ ബാലയ്യയുടെ കിടിലം കുറച്ച് സിനിമകളും ഞാൻ ഈ വീഡിയോന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം. വളരെ ഫ്യൂച്ചറിൽ ഒരു പ്രൊഫസർ ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നു. ആ ടൈം മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ കഥയുടെ ഹീറോ കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗര എംപയർ ഒക്കെ ഉണ്ടായിരുന്ന ആ കാലത്തേക്ക് പോകും. ഇത് ഒരു മലയാള സിനിമയുടെ കഥയല്ല, ഒരു ഹോളിവുഡ് പടത്തിന്റെ കഥയല്ല. ഇത് 1991 ഇറങ്ങിയ ഒരു ബാലയ്യ പടത്തിന്റെ കഥയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ മലയാള സിനിമയിൽ ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു ജോണർ ഉണ്ടല്ലോ, അത് എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. അപ്പോഴാണ് 90s ഇങ്ങേരി പരിപാടി ചെയ്യുന്നത്. ഇത്രയും സ്റ്റാർഡുള്ള ഒരു നടൻ. പോരാത്തതിന് അത് കൊമേഴ്ഷ്യൽ സക്സസും ആയിരുന്നു. ഇതുപോലത്തെ ഒരു പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബാലയ്യക്ക് എന്താണ് പറ്റിയത്? ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ ഒരു പ്രത്യേക ടെൻഡൻസി കൂടുതലാണ്. അതിപ്പോൾ നിങ്ങളായാലും ഞാനായാലും. നമ്മൾ പണ്ടുതൊട്ടേ കളിയാക്കുന്ന വേട്ടമൃഗങ്ങളായിരുന്നു തെലുങ്ക് സിനിമകൾ. പക്ഷെ അപ്പോഴും നമ്മൾ അല്ലു അർജുന്റെ പടങ്ങളും രാംചരന്റെ പടങ്ങളും ഈവൻ ഒരു 90s ആ കാലഘട്ടത്തിൽ ചിരഞ്ജീവിയുടെ പടങ്ങളും ഒരേപോലെ ആസ്വദിച്ചിരുന്നു. അതൊന്നും നമ്മൾ തെലുങ്ക് സിനിമകളായിട്ട് കൺസിഡർ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അഫ്കോഴ്സ് ബാലയ്യയുടെ ചോയ്സ് ഓഫ് ഫിലിംസും കൂടെയാണ് ഇതുപോലത്തെ ട്രോളിങ്ങിന് വലിയൊരു കാരണമായത്. ശരിക്കും ഞാൻ ഇതുപോലത്തെ കുണ്ടാമട്ടി പടങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ. ഇപ്പോൾ ബാലയ്യയുടെ അഖണ്ഡയൊക്കെ ഞാൻ ഭയങ്കര രസമായിട്ടിരുന്ന് കണ്ടിരുന്ന പടമാണ്. പക്ഷെ അവസാനം ഇറങ്ങിയ വീരസിംഹറെഡ്ഡി മാത്രം എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ വീരസിംഹറെഡ്ഡി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മലയാളികൾ എന്തുകൊണ്ടാണ് ഈ പടങ്ങളൊക്കെ ട്രോളി അലക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മൂവി കൾച്ചർ ഒന്ന് എടുത്തു നോക്കേണ്ടി വരും. നമ്മൾ ആ ഒരു കൾച്ചർ എടുത്തു നോക്കിയാൽ വളരെ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തേക്ക് പോയാൽ പോരെ നമ്മുടെ പടങ്ങൾ മോസ്റ്റ്ലി ട്രാജഡിയാണ്. ഭയങ്കര ട്രാജഡികളാണ്. കണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. കാരണം ഭയങ്കര സങ്കടം. പിന്നെയാണ് ഒരു 80s 90s ആ ഒരു ടൈമിൽ ഒരു കോമഡി റെവല്യൂഷൻ വന്നത്. എന്ന് വെച്ചാൽ പടങ്ങളൊക്കെ കോമഡി ആയിരുന്നു. പക്ഷെ അതൊക്കെ എവർ ഗ്രീൻ പടങ്ങളാണ് കേട്ടോ. നമുക്ക് ഇന്നും ആ കാലഘട്ടം പോലും മൈൻഡ് വെക്കാണ്ട് നമുക്കതിരുന്ന് കാണാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ അത് ചിരിക്കുകയും ചെയ്യും. കാരണം ആ പടങ്ങളൊക്കെ ലെജൻഡ്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ വന്നു. അങ്ങനെ ഒരുപാട് റെവല്യൂഷനുകളിലൂടെ കടന്നു വന്നതാണ് നമ്മുടെ മലയാള സിനിമ. പക്ഷെ നമ്മുടെ ഓഡിയൻസിൻ്റെ മൈൻഡ് വേറൊരു രീതിയിലാണ്. നമ്മുടെ മലയാളി ഓഡിയൻസിൻ്റെ മൈൻഡ് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ. ഇത്രയും പടങ്ങളൊക്കെ വന്നല്ലോ. ഇത്രയും പടങ്ങളൊക്കെ നമ്മുടെ ലൈഫിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ആൻഡ് നമ്മുടെ മലയാളി ഓഡിയൻസിൻ്റെ മൈൻഡിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കണം. ലൈഫിൻ്റെ എന്തെങ്കിലും ഒരു ആസ്പെക്ട് റിയലിസ്റ്റിക് ആയിരിക്കണം എവിടെയെങ്കിലും. പക്ഷെ തൊട്ടപ്പുറത്ത് തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു കൾച്ചർ തന്നെ വേറെയാണ്. അവിടെ കൂടുതലും ഭയങ്കര ഹീറോ സെൻറ്റേർഡ് ആയിട്ടുള്ള പടങ്ങളാണ് വന്നിട്ടുള്ളത്. അവിടെ ആയിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ അന്നോട്ടെ ഭയങ്കര ഹീറോ സെൻട്രിക് ആയിട്ടുള്ള കഥകളാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർസ് അല്ല, കൂടുതലും ആക്ടേഴ്സ് ആണുള്ളത്. സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിനെയൊക്കെ വിളിക്കാവുന്നേ ഉള്ളൂ. അവരുടെ വരെ പടങ്ങൾ ഒട്ടും കൊള്ളില്ലെങ്കിൽ അവരുടെ പടങ്ങൾ വരെ പൊട്ടി പണ്ടാറടങ്ങും. ഇതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർസ് കൂടുമ്പോൾ നമ്മുടെ ബിസിനസ് കൂടുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര രീതിയിൽ വളരും. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, കന്നഡ ഇൻഡസ്ട്രിക്ക് ഒരു KGF ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാഹുബലി പോലത്തെ ഒരു വലിയ സ്കെയിലുള്ള ഒരു പടം ടോളിവുഡും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. അവർക്ക് പോലത്തേന് അതിൻ്റെ ഇരട്ടി കിട്ടുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ മലയാള ഇൻഡസ്ട്രിയിലേക്കൊക്കെ ഒന്ന് നോക്കുക, നമ്മുടെ ഇവിടെ അങ്ങനെ വലിയ വലിയ സ്റ്റാർസ് ഒന്നും ഇല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ദുൽഖർ സൽമാൻ്റെ പേര് ജസ്റ്റ് പറയാം. കാരണം പുള്ളി മോർ ദാൻ വൺ ഇൻഡസ്ട്രിയിൽ ഒരു ടയർ 3 ആക്ടറെങ്കിലും ആണ്. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, ബാഹുബലി പോലത്തെ ഒരു സ്കെയിലിൽ പടം ഇറക്കാനോ അതിനുള്ളൊരു വിഷണറി ഡയറക്ടറോ നമ്മുടെ ഇവിടെ ഇല്ല. പ്രൊഡ്യൂസേഴ്സ് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ മുതിരില്ല. കാരണം അതിനൊരു മുടക്ക് മുതൽ കിട്ടുമെന്നോ അത്രയും വലിയൊരു സ്റ്റാറോ നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല. പോലത്തേന് നമ്മുടെ ഇൻഡസ്ട്രി അത്രയും വലിയൊരു ബിസിനസ് നടത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് ആർട്ട് ഇമിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവർക്ക് കൂടുതലും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുമാണ് ഇഷ്ടം സ്ക്രീനിൽ. ഇനി ഈ ഒരു സംഭവത്തിന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആർട്ട് ലൈഫിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് എന്തിനാണ് ആർട്ടിൻ്റെ ആവശ്യം? എനിക്ക് എൻ്റെ ലൈഫ് തന്നെ പോരെ.
ഞാൻ തെലുങ്ക് സിനിമകൾ കാണുന്നത് പ്യുവർ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. കുറച്ച് നേരത്തേക്ക് നമ്മുടെ സങ്കടങ്ങളും ഇതൊക്കെ മറന്ന് സന്തോഷിച്ച് നല്ല ആവേശത്തോടുകൂടി ഈ പടങ്ങളൊക്കെ ഇരുന്ന് കണ്ടിട്ട് പുറത്ത് വരാനാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ ലോജിക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറേ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ആർട്ട് എന്തിനാണ് എൻ്റെ ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. എൻ്റെ ഒരു സിനിമാറ്റിക് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂൾ ഓഫ് തോട്ടിന്റെ ആളാണ്. നമ്മളെല്ലാവരും നല്ല പാടുള്ള ലൈഫാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള സങ്കടങ്ങളുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഒരാഴ്ച മൊത്തം നിങ്ങൾ ഇതുപോലെ പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഭയങ്കര സങ്കടത്തിലൊക്കെ വന്നിരുന്ന ഒരു പടം കാണാൻ, അതാണെങ്കിൽ ഒരു ട്രാജഡി. നിങ്ങളുടെ സങ്കടം ഇരട്ടിക്കും, നിങ്ങളുടെ ലൈഫ് തന്നെ മടുത്തു പോകും അതുപോലത്തെ ഒരു പടം കാണുമ്പോൾ. അപ്പം റിയാലിറ്റി എന്നുള്ളൊരു എസ്കേപ്പിസം പോലെയാണ് ഞാൻ പലപ്പോഴും സിനിമകളെ കണ്ടിട്ടുള്ളത്. പോരാത്തതിന് എൻ്റർടൈൻമെൻ്റ് ആണ്, 100% എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് സിനിമകളിലൂടെ വേണ്ടത്. മരിച്ചുപോയ നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ ചെയ്ത നമ്മുടെ സച്ചി സാറ് പറഞ്ഞിട്ടുണ്ട്, തിരശീലയിൽ നമുക്ക് ഈ കൺകെട്ടും കാർണിവലും പോരെയെന്ന്. സത്യമല്ലേ? നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫ് ആലോചിച്ച് സിനിമയ്ക്ക് പോകുന്നത്? നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. ജസ്റ്റ് ലൈക്ക് തെലുഗു. നമ്മുടെ സിനിമകൾ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ എനിക്ക് കുറച്ചുകൂടിയും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള പടങ്ങൾ കാണാനും ഉണ്ടാക്കാനുമാണ് ഇഷ്ടം. പിന്നെ ഞാൻ കുറച്ച് നേരം മുമ്പ് നമ്മുടെ മലയാളി ഓഡിയൻസും തെലുഗു ഓഡിയൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞല്ലോ. ഈ ഡിഫറൻസ് ആണ് മെയിൻ കാരണം ആൾക്കാർ ട്രോൾ ചെയ്യാൻ. നമുക്ക് കളിയാക്കാനുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് എവിടെ നിന്നാണ് വരണേന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വരുമ്പോഴാണ് നമുക്കൊരു കളിയാക്കാൻ തോന്നുന്നത്. കോഴ്സ് കുറേ മോശം പടങ്ങൾ അവരും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കഥ പറയാം. പാലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശിവന്റെ റീഇൻകാർണേഷനായിട്ട് ഒരാൾ വരുന്നു. ഇതൊരു തെലുങ്ക് സിനിമയുടെ കഥയാണ്, ഒരു തെലുങ്ക് സിനിമയുടെ കഥ. ഇതുപോലത്തെ ഒരു കഥ നിങ്ങൾക്ക് മലയാളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത പല തീംസും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവരെന്നല്ല, ഒരു ഇൻഡസ്ട്രീനെയും ഒരു ആക്ടേഴ്സിനെയും നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ പടങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കാനും പാടില്ല. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള പ്ലസ് പോയിന്റുകളുണ്ട്, വീക്കർ പോയിന്റ്സ് ഉണ്ട്. നമുക്കും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള പ്ലസ് പോയിന്റ്സും ഉണ്ട്, വീക്കർ പോയിന്റ്സ് ഉണ്ട്. പിന്നെ ബാലയ്യ എന്ന് പറയുന്ന ആക്ടർ ഇതുപോലെ ആവാൻ കാരണം ഫാൻസ് കാരണം തന്നെയാണ്. കാരണം പുള്ളീനെ ആൾക്കാരിങ്ങനെ കണ്ട് അതുപോലെ തന്നെ ഒരു മൈൻഡിൽ ഇതായിപ്പോയി. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ വിജയിനെ ആണെങ്കിലും രജനീകാന്തിനെ ആണെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര സ്റ്റൈലൊക്കെ കാണിച്ച് അടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതുപോലെ ചെയ്യുന്ന രജനീകാന്തും വിജയൊക്കെ ആയിട്ടാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ ഇഷ്ടം. പക്ഷെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക, രജനീകാന്ത് ഒരു പിച്ചക്കാരനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അഭിനയിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ വിജയ് അതുപോലെയൊക്കെ ഒന്ന് അഭിനയിച്ച് നോക്കിയാൽ, നമ്മൾ സത്യം പറഞ്ഞാലോ നമ്മുടെ ഫാൻസ് പോയിട്ട് ഇവരുടെയൊക്കെ കുടുംബക്കാർ പോലും ആ പടം പോയി കാണില്ല. കാരണം അവർ നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഒരു ഇമേജിൽ നിന്നുകൊണ്ട് അവർക്ക് പല ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും അറ്റ്മോസ്റ്റ് ആ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ജയിലറും ഈ അടുത്തിറങ്ങിയ ഗോട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ലിയോ ഒക്കെ ഭയങ്കര സക്സസ് ആയത്. ഇനി നമ്മുടെ ബാലയ്യ പടങ്ങൾ ഇരുന്ന് കാണേണ്ടത് ഒരു ബ്ലാങ്ക് മൈൻഡോട് കൂടിയാണ്. എന്തെങ്കിലും വരട്ടെ, ബ്ലാങ്ക് മൈൻഡോട് കൂടിയാണ് നമ്മളിരുന്ന് കാണേണ്ടത്. ഞാൻ ബാലയ്യ പടങ്ങൾ കാണുന്നത് അങ്ങേരുടെ ആ ഒരു കുണ്ടാമണ്ടി ഇടിയും ആ പൊട്ടിപ്പുറപ്പിച്ചിട്ടുള്ള ഒരു 10-15 പേരെ ഇടിച്ചിട്ടുള്ള അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ശരിക്കും എനിക്ക് അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങേരുടെ അതുപോലത്തെ പടങ്ങളൊക്കെ ഒരു പ്രത്യേക രസമാണ് അത് കണ്ടിരിക്കാൻ. ഇനി നമ്മുടെ ബാലയ്യയുടെ കുറച്ച് നല്ല പടങ്ങൾ, ഞാൻ തുടക്കത്തിൽ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ കൃഷ്ണദേവരായരുടെ കാര്യത്തേക്കൊക്കെ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട്, അത് ആദിത്യ 369 എന്ന് പറയുന്ന പുള്ളിയുടെ പടത്തിന്റെ പേരാണ്. പിന്നെ അഫ്കോഴ്സ് ശ്രീരാമരാജ്യം, അതെന്തായാലും കാണേണ്ട ഒരു പടമാണ്. അങ്ങനെ ആക്ടിങ് സ്കിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവും. പണ്ട് ഞാൻ ഈ പടം ഇരുന്ന് കണ്ടിട്ട് ഇയാളെ നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ വളരെ കുഞ്ഞിതായിരിക്കും കേട്ടോ. ബാലയ്യ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇയാളെ നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ, എന്ത് കിഡിലായിട്ട് ചെയ്യണമെന്ന് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ടി വി കണ്ടപ്പോൾ. പിന്നെ ബാലയ്യയുടെ അച്ഛൻ സീനിയർ NTRന്റെ ബയോപിക് ആയിട്ടുള്ള NTR കഥാനായകുടു, NTR മഹാനായകുടു. പുള്ളി കുറേ നാളിന് ശേഷം അങ്ങനെ ഒരു ഗുണ്ടാമണ്ടി ഇടിയോ ഫൈറ്റോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു ബയോപിക് ചെയ്തതാണ്.